അത്രേ ഉള്ളൂ. അതിലപ്പുറം വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. പ്രേമപ്പടം സാധാരണ ഉണ്ടെന്ന് സ്ഥിരം ക്ലീശകൾ നമുക്ക് അയ്യേ എന്ന് തോന്നുന്ന ഒരു രീതിയിലുള്ള സീനൊന്നുമില്ല. അതെ, ഒരുപാട് കോമഡി ഉണ്ടായിരുന്നു. പ്രേമലു കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. നല്ല പടമാണ്, കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. എല്ലാ ജനറേഷനും നന്നായിരിക്കും. നല്ല പടമാണ്, സമയം നന്നായി പോകും. പുള്ളി നൈസായിട്ട് അഭിനയിച്ചു, എല്ലാവരും നൈസായിട്ട് അഭിനയിച്ചു. കോമഡി ഒക്കെ വർക്കോട്ടെ, 2.5 മണിക്കൂർ കണ്ടിരിക്കുക, ലാഗൊന്നും ഇല്ലാണ്ട്. നസ്ലിൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു വൈബാണ്, നല്ല അടിപൊളി കോമഡി സിനിമ തന്നെയാണ്. എല്ലാവരും ചെന്ന് കാണുക. വേറെ അതെ, കോമഡി തന്നെയാണ് മെയിൻ. അതിൽ നല്ല വൈബാണ്. പുറ്റൂടെ ആ ഒരു മോഡേൺ ജനറേഷനിൽ നന്നായിട്ട് അത് എടുത്തിട്ടുണ്ട്. അത് നല്ല പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല കോമഡി ഉണ്ട്. യൂത്തിനും ഫാമിലിക്കും ഒരുപോലെ കാണാൻ പറ്റിയ നല്ല രസമായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാം. കണ്ടിട്ടുണ്ട്. ഒരു പാറ്റേൺ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ കോമഡി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്, സമയം പോകുന്ന അറിയത്തില്ല. നന്നായിട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും കാണണം. ഫാമിലിക്കും അടിപൊളിയായിട്ട് കാണാം. സൂപ്പർ കൊള്ളാം, നല്ല രസമാണ്, അടിപൊളി സിനിമ. അടിപൊളി, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവരൊരു കൂട്ടുകെട്ടിൽ വരുന്നതായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മുമ്പത്തെ സിനിമയേക്കാൾ ഭയങ്കര രസമുണ്ട്. 2 മണിക്കൂറും ഇത്ര സമയം ഉണ്ടെങ്കിലും അറിയില്ല, സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, ബോറടിയില്ല, ഒന്നുമില്ല. ഇങ്ങനെ കണ്ടിരിക്കുക, അല്ല കണ്ടിറങ്ങിയപ്പോൾ പെട്ടെന്ന് ഇൻവോൾവ് ആയി സിനിമയിൽ. പ്രേമമാണെങ്കിലും ക്ലീശയല്ല, ഒരു വെറൈറ്റി ഉണ്ട്, നല്ല രസമുണ്ട്. ഡയറക്ഷൻ അതല്ലേ പറഞ്ഞ ഈ പ്രേമപ്പടം സാധാരണ ഉണ്ടെന്ന് സ്ഥിരം ക്ലീശകൾ നമുക്ക് അയ്യേ എന്ന് തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു സീനൊന്നുമില്ല. എല്ലാം നല്ല രസമുണ്ട്, ഫ്രഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ. കൊള്ളാം, നല്ല രസമുണ്ട്, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം. സെയിം പാറ്റേൺ ആണ്, പക്ഷേ മറ്റേതിനേക്കാളും ഇപ്പം നല്ല വ്യത്യാസമാണ്. അവർ കളർ ഗ്രേഡിങ്ങും ഫ്രെയിമും അവർ ആ ചെയ്തിരിക്കുന്ന രീതി നല്ല രസമുണ്ട്. അങ്ങനെ പറയാം, പ്രേമമാണെങ്കിലും അത് എടുക്കുന്ന രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് കമ്പയർ ചെയ്യാൻ പറ്റും. സെയിം ടീമാണെങ്കിലും പക്ഷെ നമുക്ക് ആ പഴയ ക്യാരക്ടർ കണ്ട ഒരു ഫീൽ വരത്തില്ല. എല്ലാവരും എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുണ്ട്, നല്ല രസമുണ്ട്. വ്യത്യസ്തമായിട്ടുണ്ട്, ഫാമിലിയായിട്ട് എല്ലാവരും കാണാം. ആ സമയം പോകുന്നതല്ല, മസ്റ്റ് വായിച്ചായിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. റിപ്പീറ്റ് എനിക്ക് വീണ്ടും ഒന്നുകൂടെ കാണണമെന്നുണ്ട്. ഞാൻ അത് പുള്ളിയെടുത്ത് പറഞ്ഞിട്ട് വരെയാണ്, ഒന്നുകൂടെ കാണണമെന്നുണ്ട്. കാരണം നല്ല രസമുണ്ട്, കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഒരു രസമുണ്ട്. നമ്മൾ ഗിരീഷ് ഷെഡിയുടെ പടം എന്നുള്ള ലെവലിൽ തന്നെ തണ്ണീർമത്തൻ, സൂപ്പർ ശരണി ആ ഒരു റേഞ്ച് തന്നെ നോക്കി ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത് പടം. പക്ഷേ സൂപ്പറാണ്, ഒരു സീനിലും ബോറടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക എൻ്റർടൈൻമെൻ്റ് ആണ്, സൂപ്പർ സിനിമയാണ്. പക്ക ഒരു യൂത്തൊക്കെ ഒരു രക്ഷയില്ല. സിറ്റുവേഷൻ കോമഡികളും കാര്യങ്ങളെല്ലാം പക്കയാണ്. അവർ രണ്ടുപേരും കോംബോയും കാര്യങ്ങളെല്ലാം പൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ പടമാണ്, പക്ക ഷോർട്ട് ഷോട്ട് ഇട്ടാണ്. അല്ല, ഈ ഒരു പാറ്റേണിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ കൊള്ളാം, സെയിം ആ ഒരു ഗ്രൂപ്പിന് അങ്ങനെ തന്നെ കൊണ്ടുപോയത്. പക്ഷേ ഇത് വേറെ ലൊക്കേഷൻ, വേറെ രീതിയിൽ, വേറൊരു പാറ്റേണിൽ എടുത്തിരിക്കണം. അത് ലവ് എപ്പോഴും ഒരുപോലെ തന്നെയാണ് വരണം. പക്ഷേ ലവ് എന്നുള്ള തീം, ആ ഒരു തീമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. വെറൈറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ മാറിപ്പോകുന്നു. ബോറിംഗ് എല്ലാം കൊണ്ട് വരുന്നത്. 18+ എന്ന് പറഞ്ഞ സിനിമ, അത് നസ്ലിൻ്റെ ഈ ഒരു ലവ് പാറ്റേൺ, പക്ഷേ അതെടുത്ത രീതി വേറെ ആയതുകൊണ്ട് അത് അത്ര ക്ലിക്കായില്ല. പക്ഷേ ഇത് അവരെ ഗിരീഷ് ഷെഡിയുടെ ആ ഒരു പ്രത്യേക രീതിയും കാര്യങ്ങളും മേക്കിംഗ് ഒക്കെ നോക്കിയപ്പോൾ പ്രേക്ഷകർ എൻ്റർടൈമിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സീനിലും ബോറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവരൊരു കോംബോ എപ്പോഴും ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതുണ്ട്. ഒരു സീനിലും ബോറോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ വാച്ച് ചെയ്യുക, ഒരു കുഴപ്പമില്ല. 2:40 മിനിറ്റ് ഉണ്ട് പടം. ഒരു സീനിലും ബോറടിക്കൂല, നമുക്ക് അറിയാൻ പോലുമില്ല പടം തീരണത്. ഉറപ്പായിട്ട് നല്ല സിനിമയാണ്. അഭിനയം നന്നായിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയാണ്. നല്ല അടിപൊളി സിനിമയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ മാച്ച് ചെയ്യുന്ന സാധനമല്ല. ഞാൻ പ്രേമലു, പടം സൂപ്പറാണ്. നല്ല ഡയറക്ഷൻ, നല്ല മേക്കിംഗ്. നസ്ലിൻ ഗംഭീരമായി കളഞ്ഞു പടം. സ്റ്റോറിയല്ല, പടം മേക്കിംഗ് ആണ്. പടം ഭയങ്കര കളർഫുള്ളാണ്. ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഗംഭീരമാണ്, പടം വിജയിക്കും, സൂപ്പർ ഹിറ്റ് ആവും. അടിപൊളി പടം, സ്മാർട്ടായിരുന്നു, സൂപ്പറായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നമ്മൾ പുതുമ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും നമുക്ക് നല്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഫുൾ ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല തമാശകളുണ്ടായിരുന്നു. നമ്മളുടെ തന്നെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്
ആക്ടറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഫീലായിരുന്നു മൂവി കണ്ടുകൊണ്ടിരുന്ന ഫുൾ ടൈം നമുക്ക് എൻ്റെ ഫീൽ ചെയ്തത്. അത്രേ ഉള്ളൂ, അതിലപ്പുറം വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. സൂപ്പറായിട്ടുണ്ട്. കോളേജ് ക്യാമ്പസിൽ കഥയാണ്, നല്ല സിനിമയാണ്, കോമഡി തമാശ എല്ലാം ഉണ്ട്, നല്ല സിനിമയാണ്, നല്ല എൻട്രി ആണ്, കുഴപ്പമില്ല. നസ്ലിൻ അഭിനയിച്ചിട്ടുണ്ട്, നല്ല അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, തിരക്കേടില്ല. ഡയറക്ഷനൊക്കെ നല്ല എഡിറ്റിങ് ഡപ്പിങ് എല്ലാം സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. കളർഫുൾ സിനിമയാണ്, കൊള്ളാം. അതെ, ഒരുപാട് കോമഡി ഉണ്ടായിരുന്നു. അതെ അതെ, കോമഡി ആയിരുന്നു കൂടുതൽ ഇഷ്ടം. കൂടുതലും ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അതായത് ഇതിന് മുന്നേ ഒരു സിനിമയിൽ ഇതിൽ മെയിൻ കഥാപാത്രം എല്ലായിരുന്നു സൈഡായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിൽ കൂടുതൽ ആൾ കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഫുൾ ആളെ കാണിച്ചപ്പോഴെല്ലാം എല്ലാവരും ചിരിയായിരുന്നു. ഓരോ മൊമെൻറ്റ്സും ആളുടെ ഓരോ ഡയലോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സൈഡാക്കിയെന്ന് തോന്നിയില്ല, കാരണം ഉള്ളപ്പോഴെല്ലാം എല്ലാവർക്കും കോമഡി ആയിട്ടും ചിരിയായിട്ടും തോന്നിയത്.